ഹായ് ഗെയ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുന്ന പല ടൂറിസ്റ്റുകളും ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പല ഹോട്ടലുകളും എടുക്കും. അപ്പോൾ നമ്മൾക്കറിയാം ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ USSRന് കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ പൊതുവേ പലരും എടുക്കുന്ന ഹോട്ടൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ സോവിയറ്റ് ക്ലാസിക് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ പല സെൻട്രൽ ഏഷ്യൻ കൺട്രികളിൽ. അതായത് ഇപ്പം നമ്മുടെ കസാക്കിസ്ഥാൻ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ കസാക്കിസ്ഥാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കസാക്കിസ്ഥാനിൽ തന്നെ അൽമാട്ടിയിൽ നമ്മുടെ അൽമാട്ടി സ്ഥിതി ചെയ്യുന്ന ഒരു 4-സ്റ്റാർ ഹോട്ടലാണത്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയ താഷ്കന്തിലും ആ ഒരു ഹോട്ടലുണ്ട്, സോവിയറ്റിൻ്റെ ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ആ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഏകദേശം 17 നിലകളോടുണ്ട്, 50 വർഷത്തോളം പഴക്കമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടാക്കിയതാണ്. ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അമീർ തൈമൂർ എന്ന് പറയുന്ന ആ മെട്രോ സ്റ്റേഷൻ അടുപ്പിച്ചാണ് ഈ വരുന്ന അമീർ തൈമൂർ സ്ക്വയറിലാണ് ഈ പറയുന്ന ഹോട്ടലുള്ളത്. അതായത് അത്രയും വർഷം പഴക്കമുള്ള ഒരു 4-സ്റ്റാർ ഹോട്ടലാട്ടോ. ഇവിടെ വരുന്ന ഒരുവിധം ടൂറിസ്റ്റുകളൊക്കെ, അതായത് നമ്മളെ പോലുള്ള ഈ ഹിസ്റ്ററിക്കൽ പരമായിട്ട് കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരുന്ന ഹോട്ടലാണ് ഈ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ വീഡിയോയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ മുന്നിൽ കാണുന്ന തലയുയർത്തി നിൽക്കുന്ന ഈ ഒരു പഴയ കാലത്തെ ബിൽഡിംഗ് ആട്ടോ, ഇതാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ട് കാണും ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ആ സൈഡിൽ അടുത്ത സൈഡിലായിട്ട് മെട്രോ ഉണ്ട്, അമീർ തൈമൂർ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിൽ വേറൊരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് അമീർ തൈമൂറിൻ്റെ സ്ക്വയർ വരുന്നത്, അമീർ തൈമൂർ സ്ക്വയർ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ വരുന്നത്. ഇതാണ്ട് ഇത് സിറ്റി ടൂറുണ്ട്, താഷ്കന്തിൻ്റെ സിറ്റി ടൂർ നടത്തുന്ന ബസ് ഉണ്ട് കേട്ടോ. അത് പാക്കേജാണ്, ഇവിടുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് സംഗതി വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്നിട്ടുള്ളതൊക്കെ ആട്ടോ. ഇത് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. താഷ്കന്റ് സിറ്റിയിലെ ഒരുവിധം നമ്മുടെ കാണിച്ച മാജിക് സിറ്റി പാർക്ക്, ഈ പറഞ്ഞ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ, അമീർ തൈമൂർ സ്ക്വയർ, ഇതൊക്കെ ഇവർ ഈ ടൂറിസ്റ്റ് ബസ്സിൽ കവർ ചെയ്ത് തരും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ള സോവിയറ്റ് യൂണിയൻ്റെ ഇപ്പോഴും ആ ഒരു സ്മരണ പുതുക്കുന്ന ആ ഒരു മെമ്മോറിയലായിട്ടുള്ള ആ ഒരു ഫീലിങ്ങുള്ള ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിലേക്ക് നമുക്കൊന്ന് പോകാം. കാരണം ഇവിടുത്തെ ഒഫീഷ്യൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ കസാക്കിസ്ഥാൻ, അവരൊക്കെ ഒഫീഷ്യൽസ്, ഓരോ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽസൊക്കെ ആൾക്കാരൊക്കെ പ്രതിനിധികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലൊക്കെ ആയിരിക്കും കേട്ടോ താമസിക്കുക. സംഭവം അടിപൊളിയല്ലേ. പക്ഷേ 5 സ്റ്റാർ വേറെ റേഞ്ചിലുണ്ടാവും, ഇതൊക്കെ 4 സ്റ്റാർ. ഇതും കസാക്കിലെ ഹോട്ടൽ കസാക്കിസ്ഥാനൊക്കെ 4 സ്റ്റാറാണ് കേട്ടോ. എന്തായാലും ഒമ്മ സെറ്റപ്പാണ്. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് കയറിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറി നോക്കാം. ഓ, ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഓപ്പൺ ആവുമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടായി. അടിപൊളി. നമസ്തേ, വെൽക്കം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുണ്ടോ, കയറിയപ്പോൾ തന്നെ ഇടത് സൈഡിൽ അടിപൊളി ഗസ്റ്റിനൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒമ്പൻ സെറ്റപ്പാണ്. ബാർ വിയന്ന അടിപൊളി അല്ലേ. ഫുള്ളും ലിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയ കാലത്തെ പിയാനോ, മറ്റേ സ്റ്റാൻഡും കാര്യങ്ങളുണ്ട്. പിയാനോ ഇതിനെന്താ പറയുക, കീബോർഡൊക്കെ ഉള്ള സെറ്റപ്പ് അല്ലേ. ഓക്കെ, പിന്നെ ആ ഒരു സൈഡിൽ റിസപ്ഷൻ വരുന്നുണ്ട്. റിസപ്ഷനിൽ ആൾക്കാർ വന്നിങ്ങനെ ബുക്കിംഗ് ആണ്. ഇവിടെ റൂംസൊന്നും നമ്മൾ കയറി എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തൊക്കെയാ ഈ പാപ്പൻ പ്രതിമ. എന്തായാലും ആ കാണുന്നത് റിസപ്ഷനാണ്. പിന്നെ ഈ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ്, നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും വെള്ളം വാങ്ങിക്കാം, മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ട് കണ്ടോ. ചെറിയൊരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് റെസ്റ്റോറൻറ്റ്, ഒരു ചെറിയൊരു കഫേയാണ്. പിന്നെ ഇത് ചെറിയ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ, നമ്മുടെ ആക്സസറീസ്, മൊബൈൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് മറ്റേ ബാർബർ ഷോപ്പ്, പിന്നെ സ്വിമ്മിങ്, മറ്റേ ഇതുണ്ടല്ലോ സ്പാ, അതുപോലെ തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഓക്കെ, കണ്ടോ അവിടെ സ്പാവും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് എൻട്രൻസിൽ കയറിയായിട്ടുള്ള കാഴ്ചകൾ. പിന്നെ മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റും അതുപോലെ തന്നെ ഇത് കണ്ടോ, ലിഫ്റ്റ് ഉണ്ടോ ഇവിടെ ലിഫ്റ്റ്. പിന്നെ ഇത് സ്റ്റെയർ കേസ് ഉണ്ട്, മുകളിലേക്ക് കയറിയിട്ടും പോവാം. എന്തായാലും അടിപൊളി പഴയ ഹോട്ടലാണെന്ന് പറയുകയില്ല കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ ഇത്ര കാലം ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇത് കോൺഫറൻസ് ഹാളാണ്, ഇവിടെ ഒരു കോൺഫറൻസ് ഹാളും കാര്യങ്ങളും കാണുന്നുണ്ട്. കോൺഫറൻസ് ഹാൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കോൺഫറൻസ് ഹാൾ നോക്കുമ്പോഴത്തേക്ക് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് വേണ്ട നമുക്ക്. അതിന് കാര്യമില്ല, അതിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇതാ ഉള്ളിലേക്ക് കയറാണ്. മുകളിലേക്ക് പോയിട്ട് കാഴ്ചകൾ കാണാം. ഓക്കെ, ഏകദേശം 16 നിലകളുണ്ട് അല്ലേ? 16ാം നില വരെ ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാം. പോകത്തില്ല, അപ്പോൾ 3rd ഫ്ലോറിലേക്ക്. ആഹാ, അത് വർക്കിംഗ് എല്ലാം തോന്നുന്നു. 13 പേർക്ക് പോവാം, 1000 kg വരെ അല്ലേ? നമുക്ക് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയില്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 3rd ഫ്ലോറിലെ കാഴ്ചകൾ. 3rd ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആട്ടോ. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പഴയ ചട്ടി ആട്ടോ, അത് പഴയ ഇതിലാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ. ഓക്കെ, അടിപൊളി. ഇതിനകത്ത് അഗാത്ത ടോർ ഇതെന്തൊരു ഓഫീസാട്ടോ. ഇവരുടെ എന്താ ഓഫീസും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് 3rd ഫ്ലോറിൽ. പിന്നെ ഇവിടെയും വേറൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ റൂംസ് കാര്യമായിട്ട് ഈ 3rd ഫ്ലോറിലും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പഴയ ഉസ്ബെക്കിസ്ഥാൻ്റെ കുറച്ച് ബിൽഡിങ്സിൻ്റെ ഒക്കെ പഴയ മദ്രസിൻ്റെ അതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് 4th ഫ്ലോറും കൂടി കയറിയിട്ട് തിരിച്ചിറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ 10ാമത്തെ ഫ്ലോറിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ 10ാമത്തെ ഫ്ലോറിൽ ഒരുപാട് റൂംസാണ്, സ്യൂട്ട് റൂംസൊക്കെ ആട്ടോ ഇവിടെ ഉണ്ടാകുക. കയറുമ്പോൾ തന്നെ ചെറിയൊരു ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇതാ സ്റ്റെയർ കേസ് ഈ സൈഡിൽ വരുന്നു. ഇവിടെ വേറെ 2 ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്കാട്ടോ റൂംസിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലങ്ങൾ. അടിപൊളിയല്ലേ? ഇതൊക്കെ പഴയ കബോർഡും കാര്യങ്ങളും കേട്ടോ. ആ ഒരു ഏരിയ ഫുള്ള് റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഏരിയയിലേക്ക് പോയാലും റൂംസും കാര്യങ്ങളൊക്കെയാണ്. പഴയ കാലത്തെ ഡോറൊക്കെ ആട്ടോ അതിനുള്ളത്. ആ ഒരു സൈഡും അങ്ങനെ തന്നെയാണ്. അതുണ്ടോ ഉസ്ബെക്കിസ്ഥാൻ്റെ പഴയ ആ ഒരു വില്ലേജ്, പഴയ ഒരു ഹിസ്റ്റോറിക്കൽ മെമ്മോറിയൽ ഫോട്ടോസൊക്കെ ആട്ടോ. ഇത് പെയിൻറ്റിങ്സ് ആട്ടോ, അടിപൊളി ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവമില്ല. നമ്മളിവിടെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ റൂം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വരും. അല്ലാതെ റൂംസിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു 4 സ്റ്റാറൊക്കെ അല്ലേ, പിന്നെ സ്വാഭാവികം. അപ്പോൾ നമ്മൾ 16ാമത്തെ നിലയിലെത്തി. ഇപ്പം 17ാമത്തെ നിലയിലേക്ക് റെസ്റ്റോറൻ്റ് ആട്ടോ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. റെസ്റ്റോറൻ്റൊക്കെ എവിടെയാണോ, ഇതൊക്കെ കർട്ടനിട്ട് മൂടിയൊക്കെയാണ്. ഓക്കെ, എന്താണെന്ന് നോക്കി നോക്കാം ജസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. അതിനകത്താണ് റെസ്റ്റോറൻ്റ് തോന്നുന്നു. ഓക്കെ, ഇവിടെ ജസ്റ്റ് പോയേക്കാം. ഇവിടുന്ന് പുറത്തേക്കൊക്കെ കാഴ്ച കാണാൻ പറ്റും. ഇത് ചെറിയൊരു ബാറാണ്. നൈസ്. ഇതുണ്ടോ, ഇവിടുന്ന് ആമിർ തൈമൂർ പാർക്കൊക്കെ കാണാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഫുൾ വ്യൂ, ഫുൾ സിറ്റി, ടാഷ്കന്തിൻ്റെ ഫുൾ സിറ്റി വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഹായ്. റെസ്റ്റോറൻറ്റ് ഓക്കെ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻ്റ് ഒന്ന് കാണാം. രാജകീയം എന്ന് പറയാം അല്ലേ? നല്ല അടിപൊളി വൈബ്. ഇതാ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് താഷ്കന്റ് സിറ്റിയും കണ്ടിട്ട് ഫുഡ് അടിക്കാം. ഫുഡ് അടിക്കുന്നോ? നോമ്പാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും നടക്കത്തില്ല. പിന്നെ ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മാസത്തെ നമ്മളെ ചിലവിൻ്റെ പൈസ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തീരും. ഓക്കെ, ഇത് ഇവരുടെ മെനു കാർഡാണ്, മെനു ബുക്കാണ്, കിതാബ്. റേറ്റൊക്കെ നോക്കാതിരിക്കുന്നത്, റേറ്റ് ആരും നോക്കരുത്. 80,000, 14,000, 50,000. സൂപ്പൊക്കെ 50,000. സെറ്റാട്ടോ. ഇതുപോലെ അവിടെ എടുത്തു വെക്കാം, കാരണം പേര് കളയണ്ട നമ്മുടെ. ഷാമ്പിയൻസൊക്കെ ആണല്ലേ? ഓക്കെ. അപ്പോൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഇതാണ്. റെസ്റ്റോറൻറ്റ് വേറൊരു ഭാഗം കാണിച്ചില്ല. ഇതിവിടെ നിന്നിട്ട് ബിയർ അടിക്കാം, മറ്റേ ലിക്കർ അടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വൈബ് ആസ്വദിച്ചിട്ട് അടിക്കാം അല്ലേ ഇവർക്ക്. എന്തായാലും ഈ ഒരു റൈറ്റ് സൈഡിലുള്ള കാഴ്ചയും കൂടി കാണാം. ഇങ്ങോട്ടൊരു സംഗതിയും കൂടി ഉണ്ട്. ഇതും ഒരു റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ ഇത് വേറൊരു ആംബിയൻസ് ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ? ഇത് വേറൊരു വൈബിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം.
ഇതിലൊക്കെ വെള്ളം വരും, ശരിക്കും ഓഫാക്കി ഇട്ടേക്കാണെന്ന് തോന്നുന്നു. ഇത് മജ്ലിസൊക്കെ ആക്കിയിട്ടുണ്ടോ, ഇരുന്നിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ. ഓ വമ്പൻ ആംബിയൻസ് കേട്ടോ. ഏതാ മൗണ്ടെയിൻസ് അല്ലേ. ഓഫ് അങ്ങനെ സ്നോ നിറഞ്ഞിട്ടുണ്ടല്ലോ മൗണ്ടെയിനിൽ മൊത്തം മലകളൊക്കെ. ഇവിടുന്ന് നല്ല അടിപൊളിയൊരു വ്യൂ ഒക്കെ ഉണ്ടല്ലേ താഴേക്ക്. നൈസ്. എന്തായാലും സംഭവമാണ്. നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതാ അശ്വിനൊക്കെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അശ്വിൻ ഫുള്ള് വീഡിയോസിലാണല്ലേ. അടിപൊളി. പക്ഷേ ചെറിയൊരു സത്യം പറയാനോ ഒരു ചെറിയ ശ്വാസം മുട്ടുന്ന പോലെ. ഇതിനകത്ത് എന്തൊരു ഇങ്ങനെ മൂടി കെട്ടിയത് കൊണ്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കിയാൽ ചെറിയ സെറ്റപ്പ് സംഗതിയൊക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഇനിയൊരു സംഗതി കൂടി കയറി നോക്കാം. ഇതിനകത്ത് എന്താണെന്ന് അറിയില്ല. മേ ബി ജിമ്മോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. ഇതിനകത്ത് ഫുള്ള് ക്ലോസിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ജിമ്മാണ് കേട്ടോ. കണ്ടോ, പിറ്റ്ബുൾ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കയറാൻ പറ്റില്ല. അവിടെ പാസ്വേഡൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ അടിക്കണം ഡോറിന്. നമുക്ക് തിരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പുറത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ അകത്തെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലെടുത്തു. റൂംസിന് എന്തായാലും കാണാൻ പറ്റിയില്ല. അതിലും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഫെസിലിറ്റീസൊന്നും ഇല്ല. നോർമലി എല്ലായിടത്തും ഉള്ളതുപോലെ ബാർ ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, ജിം ഉണ്ടാവും, സ്പാ ഉണ്ടാവും, ബാർബർ ഷോപ്പ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉള്ളൂ. ഇതൊക്കെ അന്ധകാലത്ത് മുതലേ ഉള്ള സാധനമാണ്. ഓക്കെ, എന്തായാലും ഉസ്ബെക്കിസ്ഥാൻ്റെ ഈ ഒരു ഹോട്ടൽ, ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 4 സ്റ്റാർ ഹോട്ടൽ, സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ഹോട്ടൽ. ഒരുപക്ഷെ ഇതിനു മുമ്പ് പലരും ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എന്തായാലും കാണാത്തവർക്കായിട്ട് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ബ്രോ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടൽ? നല്ല എക്സ്പീരിയൻസ് അല്ലേ? ഇത് പഴയൊരു ഹോട്ടലല്ലേ, പക്ഷെ ഇതിന്റെ ലിഫ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സ്പീഡാ. 16ാമത്തെ നിലയിലേക്ക് പെട്ടെന്ന് ചെറിയ സെക്കൻഡ് കൊണ്ട് മുകളിലേക്ക് താഴേക്ക് എത്തും. 16ാമത്തെ നിലയിൽ 1ാമത്തെ നിലയിലേക്ക് താഴേക്ക് വരാനൊക്കെ ഭയങ്കര എളുപ്പാട്ടോ. നല്ല ആംബിയൻസ് ആട്ടോ. ഇതാ കണ്ടോ, അടിപൊളിയല്ലേ. വേറെ രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.